ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടപ്രഥമൻ്റെയും പാലട പായസത്തിൻ്റെയും റെസിപ്പിയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വീട്ടിൽ തയ്യാറാക്കിയ അട വെച്ചിട്ടാണ് ഇന്നത്തെ 2 പായസങ്ങളും തയ്യാറാക്കുന്നത്. അപ്പോൾ ആ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണണേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർഡിലും ലിങ്ക് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ അടപ്രഥമൻ്റെ കാര്യങ്ങൾ ചെയ്യാം. ഏറ്റവും ആദ്യമായിട്ട് ചവ്വരി 2 ടേബിൾ സ്പൂൺ ചെറിയ ചവ്വരി ഞാൻ 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കുതിരാൻ വയ്ക്കുകയാണ്. ഇത് വെന്ത് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് സമയം അത് കുതിരട്ടെ. അതിനിടയ്ക്ക് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. 250 ഗ്രാം ഇതുപോലുള്ള നാടൻ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ച് സിറപ്പ് രൂപത്തിലാക്കി എടുക്കുകയാണ്. എന്നിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം തിളപ്പിക്കുക. അതിൽ ഒരു ചെറിയ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്ത ശേഷം അത് തിളച്ച് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മൈദ അടയിൽ നിന്നും 1 കപ്പ് അട ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. അങ്ങനെ തിളപ്പിക്കുമ്പോൾ നമ്മുടെ അട നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് വെക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. 10 മുതൽ 15 മിനിറ്റ് വരെ ആയാലും സാരമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ വേവിച്ചെടുത്ത അട ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഈ വേവിച്ചെടുത്ത അടയൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അഞ്ച് മിനിറ്റ് വഴറ്റിയ ശേഷം ശർക്കര പാനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ചേർത്ത ശേഷം 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 15 മിനിറ്റ് സമയം ഞാൻ അടയും ശർക്കരയും കൂടി ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അരമുറി തേങ്ങയുടെ 1ാം പാലും 2ാം പാലുമാണ് ഞാൻ ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നത്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത ശേഷം 10 മിനിറ്റും കൂടി നമുക്ക് ചെറിയ ഫ്ലെയിമിൽ അത് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചവ്വരി 15 മിനിറ്റ് സമയം കുതിർന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും, ഇത് കുതിർന്നിരിക്കുന്നത് കാരണം. അപ്പോൾ വേവിച്ച ചവ്വരി നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസവും തിളച്ച് വരുന്നുണ്ട്, എല്ലാം ചേർന്നു. അപ്പോൾ നന്നായിട്ട് തിളച്ച ശേഷം നമ്മളിതിലേക്ക് 1ാം പാൽ, തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് ഫ്ലെയിം കുറച്ച് കൊടുത്ത് ഒരു മിനിറ്റ് തിളപ്പിച്ച ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വറുത്ത തേങ്ങയും കാഷ്യൂ നട്ട്സുമാണ്. ഞാനിതിൽ കിസ്മിസ് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കിസ്മിസ് ചേർക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച തേങ്ങയും കാഷ്യൂ നട്ടും നമുക്ക് നെയ്യിൽ വറുത്ത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അതാണ് അവസാനത്തെ സ്റ്റെപ്പ്. അങ്ങനെ നമ്മുടെ പായസം റെഡിയാവും. അങ്ങനെ നമ്മൾ വറുത്ത തേങ്ങയും കാഷ്യൂവും ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൂടി വയ്ക്കാം. ഇത് ഇരിക്കും തോറും കട്ടിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ അടപ്പായസം റെഡിയായി. ഇനി നമുക്ക് പാലട പായസം തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നു വീട്ടിലെങ്ങനെയാണ് അരി കൊണ്ടുള്ള അട തയ്യാറാക്കുന്നതെന്ന്. ഇത് വീട്ടിൽ തയ്യാറാക്കിയെടുത്ത അടയായതുകൊണ്ട് ഈ പാലട പായസത്തിൻ്റെ പ്രിപ്പറേഷൻ രീതി ഒരല്പം വ്യത്യസ്തമാണ്. ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് പാത്രത്തിലിട്ട് ചൂടാക്കി അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ അരിയടയിൽ നിന്നും 1 കപ്പ് അരിയട എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തു. ഒരു 5 മിനിറ്റ് സമയമാണ് ഞാൻ നെയ്യിലിട്ട് വഴറ്റിയെടുത്തത്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ പാത്രത്തിലേക്ക് 3 കപ്പ് പശുവിൻ പാൽ, നല്ല കട്ടിയുള്ള പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പാൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിൽ നിന്നും ഏകദേശം 1 കപ്പ് അളവിന് പാലെടുത്ത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന അരിയടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ അരിയട ഓൾറെഡി വെന്തിരിക്കുന്നത് കൊണ്ട് ഒരുപാടിട്ട് വേവിക്കണമെന്ന് ആവശ്യമില്ല. നിങ്ങൾ കണ്ടിരിക്കുമല്ലോ, നമ്മൾ ഈ അരിയട പ്രിപ്പയർ ചെയ്തത് തന്നെ ആവിയിൽ വേവിച്ചിട്ടായിരുന്നു. പിന്നെ അത് ഉണക്കിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് അത് കുറച്ച് പാലൊഴിച്ച് വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള പാലൊന്ന് വറ്റിച്ചെടുക്കാം. അതിനായിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. മീഡിയം ഫ്ലെയിമിലിട്ട് തുടർച്ചയായിട്ട് ഇളക്കി ഇതൊന്ന് കുറുകി കിട്ടുന്നത് വരെ
ഒന്ന് കട്ടിയായിട്ട് വരുന്നത് വരെ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാലിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയട ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടി ഫ്ലെയിം കൂട്ടി കൊടുത്ത ശേഷം ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൽ അടയൊന്നും അലിഞ്ഞു പോകുന്നില്ല, നല്ല ഷേപ്പിൽ തന്നെ കിടപ്പുണ്ട്. നമ്മൾ നെയ്യിൽ വഴറ്റിയത് കൊണ്ടാണത്. പിന്നെ നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുത്ത അടയായിരുന്നു അത്. ഒരു 10 മിനിറ്റ് സമയം കൂടെ നമുക്ക് തിളപ്പിക്കുമ്പോൾ നമ്മുടെ പാലട പായസം നല്ല രീതിയിൽ കറക്റ്റായിട്ട് റെഡിയാവും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിരിക്കും തോറും കട്ടിയാവും. ഏതൊരു പായസമാണെങ്കിലും പ്രഥമനാണെങ്കിലും അതുപോലെയാണ്, ഇരിക്കും തോറും കട്ടിയാവും. അങ്ങനെ നമ്മുടെ അടപ്രഥമനും പാലടയും വീട്ടിൽ തയ്യാറാക്കിയ അട വെച്ച് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2 റെസിപ്പിയും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഈ ഓണം നമ്മൾ കൊറോണ കാലത്ത് വീട്ടിൽ ആഘോഷിക്കുകയാണെങ്കിലും വീട്ടുകാരോടൊപ്പം കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് നമുക്ക് നല്ല രീതിയിൽ സമാധാനത്തോടു കൂടി ആഘോഷിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.